നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ ENT എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ നേരത്തെ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ENT OPDയിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വെർട്ടൈഗോ, അതിൻ്റെ ഭാഗമായിട്ട് വെർട്ടൈഗോ അഥവാ തലകറക്കം അല്ലെങ്കിൽ തലചുറ്റൽ, ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ കറക്ഷനായിട്ട് ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ENT OPയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് തലയുറ്റൽ. പേഷ്യൻസിന് ഭയങ്കര ഡിസ്ട്രെസ്സിങ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ വെർട്ടൈഗോ എന്ന് പറയുന്ന സിംറ്റം. അപ്പോൾ അതിനകത്ത് ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇയർ ബാലൻസ് നമ്മൾ യൂഷ്വലി അല്ലെങ്കിൽ കോമൺ ആയിട്ട് വിശേഷിപ്പിക്കുന്ന കണ്ടീഷനെ കുറിച്ചാണ്, അതായത് പൊസിഷണൽ വെർട്ടൈഗോ. പൊസിഷണൽ വെർട്ടൈഗോയെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹെഡ് പൊസിഷൻസ് മാറുമ്പോൾ നമുക്ക് യൂഷ്വലി സിവിയർ ആയിട്ടുള്ള ബൗട്ട്സ് ഓഫ് വെർട്ടൈഗോ. അത് കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന ടൈമിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പം ഈ പൊസിഷണൽ വെർട്ടൈഗോ ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഇപ്പം മേളിലോട്ട് നോക്കുക, അല്ലെങ്കിൽ കുനിഞ്ഞ് എന്തെങ്കിലും എടുക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും ഹെഡ് പൊസിഷൻസ് മൂവ് ചെയ്യുമ്പോഴാണ് ഈ പേഷ്യൻസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പം ഈ പേഷ്യൻസിനെ നമുക്ക് OPയിൽ എക്സാമിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പല പൊസിഷൻസിൽ കിടത്തി നമുക്ക് ഈ പറഞ്ഞ ഈ വെർട്ടൈഗോ ഈ പേഷ്യൻ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ഇത് പൊസിഷണൽ വെർട്ടൈഗോ എന്ന എൻറ്റിറ്റി ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് BPPV എന്നാണ്. അപ്പം ഈ BPPV അത് നമുക്ക് നമ്മുടെ ചെവിയുടെ അകത്ത് ബാലൻസിനായിട്ട് 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ വളരെ ആദ്യമുള്ള ഒരു എപ്പിസോഡിൽ അതിൻ്റെ അനാറ്റമി, അപ്പോൾ നമ്മൾ കേൾവിക്ക് പുറമെ നമ്മുടെ ബാലൻസിനെ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ചെവി. അപ്പം ഈ സെമി സർക്കുലർ കനാൽസിൽ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ പൊസിഷൻ മാറുമ്പോഴാണ് നമുക്ക് ഈ BPPV അല്ലെങ്കിൽ ഈ തലകറക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് കനാലാണ് ഇൻവോൾവ് അതനുസരിച്ചുള്ള ചില ഫൈൻഡിങ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് കനാൽ റീപൊസിഷനിങ് മെനുവേഴ്സ് എന്ന് പറയും. നമ്മൾ പിടിച്ചിടുക എന്ന് പലപ്പോഴും പേഷ്യൻസ് പറയും. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ കിടത്തി ഈ തലകറക്കം വരുന്ന പൊസിഷനിൽ നിന്ന് ആ പാർട്ടിക്കിൾസ് അത് ഏത് കനാലാണ് ഇൻവോൾവ്. അപ്പോൾ അത് പല രീതിയിലുള്ള റീപൊസിഷനിങ് മെനുവേഴ്സ് ഉണ്ട്. ഓരോ കനാലിന് ഓരോ ടൈപ്പ് റീപൊസിഷനിങ് മെനുവേഴ്സാണ്. നമ്മളത് OPയിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് യൂഷ്വലി നമുക്ക് 1-2 തവണയും കൂടെ അത് കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം BPPV എന്ന കണ്ടീഷൻ നമുക്ക് മെജോറിറ്റി ഓഫ് ദ ടൈംസ്, മിക്ക സമയം നമുക്ക് ഈ കറക്റ്റീവ് കനാൽ റീപൊസിഷനിങ് വഴി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. താങ്ക് യു.